ജയിലിനകത്തുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ജയിലിൻ്റെ പുറത്തുനിന്ന് കഴിച്ചതായി നിങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അപ്പം അതിന് നടപടി ജയിൽ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആരെങ്കിലും ജയിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ജയിൽ വകുപ്പ് കണ്ടു, സർക്കാർ കണ്ടു. അതിനാവശ്യമായ ഡിസിപ്ലിനറി ആക്ഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പോലീസിന്റെ ഒത്താശ അടക്കം കാര്യത്തിലുണ്ടായി എന്നുള്ളതാണ്. ഒറ്റടിക്ക് പറയാൻ പറ്റുന്നതല്ലല്ലോ. അതിനെക്കുറിച്ചാണല്ലോ 3 പോലീസുകാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും അച്ചടക്ക ലംഘനങ്ങൾ നടക്കുമ്പം അതിനനുസരിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ ഫോഴ്സിനകത്തുണ്ടാവും. അത് ഫോഴ്സ് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നില്ലേ? ഇപ്പൊ ജയിലിനകത്തുനിന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നു, അത്തരം വാർത്തകൾ വരുന്നു. ഇതിപ്പോൾ ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന പ്രതി മദ്യപിക്കുന്നു. അപ്പൊ അതിലൊരു കർശനമായ നടപടി ഉണ്ടാകുന്നില്ല. ജയിലിനകത്തുനിന്ന് മൊബൈൽ ഫോൺ പിടിച്ചതായി എന്റെ ശ്രദ്ധയിലില്ല. ജയിലിനകത്ത് നിന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ മദ്യപിച്ചു എന്നൊരു വിവരം എൻ്റെ ശ്രദ്ധയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കുറ്റം നടത്തുമ്പോൾ അതിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മറ്റു കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ അത് ആരാണോ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളത് അതിനെതിരായ നടപടി ഓൾറെഡി സ്വീകരിച്ചു. അതിന് ആരാണോ കൂട്ടുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. കണ്ണൂർ സർവകലാശാലയിലെ ഗസ്റ്റ് അധ്യാപകരെ 4 വർഷം പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഏതായാലും ജയിലിനെ കുറിച്ചുള്ള നടത്തിയ പോലെ തന്നെ ഒരു കൃത്യമായ പഠനം അവിടെ പോയി നടത്താൻ കുറെ കാലമായി വ്യക്തിപരമായി എനിക്കെതിരെ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈഫിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നിങ്ങൾ പോയി പരിശോധിക്കുക. JRF PhD ചെയ്ത ആളാണ്. അതൊന്ന് പോയി അന്വേഷിക്കണം. അതെ, സ്പീക്കറെ കിട്ടിയെന്നുള്ള മട്ടത്തിൽ വാളെടുത്ത് വീശുമ്പം കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങളിത് ഒരാളെ കിട്ടിപ്പോയി എന്നുള്ള മട്ടിൽ ചാടി ഇറങ്ങരുത്. കാള പറ്റുമോ എന്ന് കേൾക്കുമ്പോൾ കാര്യം എടുക്കരുത്. കൃത്യമായി ഉത്തരവാദപ്പെട്ട ചാനലുകൾക്ക് ഒരു ഓൺലൈൻ നിലവാരത്തിൽ താണുപോരുത്. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. അതന്നെയല്ല പറയും. നിങ്ങൾ അന്വേഷിക്കുക. അന്വേഷിക്കുമ്പോൾ അതെ, അന്വേഷിക്കുക. ആരൊക്കെ 4 വർഷത്തിലധികം കൂടി വർക്ക് ചെയ്തു എന്നുള്ള കാര്യം അന്വേഷിക്കുക. നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ വാർത്ത കൊടുത്തോണ്ട് ഇത്ര ആവേശം, ഇത്ര രോഷാകുലം. അന്വേഷിക്കട്ടെ. ഏതും അന്വേഷിച്ചോട്ടെ. അതായത് ചില ഓൺലൈൻ നിലവാരത്തിലേക്ക് ഉത്തരവാദപ്പെട്ട ചാനൽ പോകുന്നു. അതുകൊണ്ടാണ് അയാൾ രോഷാകുലാകുന്നത്. അതുകൊണ്ട് അന്വേഷിക്കാട്ടെ. അതെ, പഠിക്കാതെ തന്നെ വാർത്ത കൊടുത്തത്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അന്വേഷിക്കുക. ഏതൊരു വാർത്തക്കും ഓതന്റിസിറ്റി ഉണ്ടാവും. ഉത്തരവാദപ്പെട്ട ചാനൽ ഓതന്റിസിറ്റി ഇല്ലാതെ വാർത്ത കൊടുത്തു. ഒന്നുപോയി അന്വേഷിക്കട്ടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. രജിസ്ട്രാർ എനിക്കറിയില്ല. നിങ്ങൾ അന്വേഷിക്കുപോയിട്ട് നിങ്ങൾ പറഞ്ഞ വാദം സമർത്ഥിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറയല്ല. ഒന്നുപോയി അന്വേഷിക്കട്ടെ. സ്പീക്കർ, അതിനകത്ത് പരാതി പോയിട്ടുണ്ടല്ലോ. അതെ, പരാതിന്റെ നടപടി സ്വീകരിക്കട്ടെ. അതിൽ ആർക്കിവിടെ എതിർക്കുന്നത് എന്തെങ്കിലും ഇടപെട്ടോ. അപ്പൊ ഞാനിപ്പോ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ശരാശരി നിലവാരമില്ലാത്ത ഒരു ഓൺലൈൻ നിലവാരത്തിലേക്ക് ഉത്തരവാദപ്പെട്ട ചാനൽ മാറാൻ പാടില്ല. ഓക്കെ.